അത് വെല്ലുവിളി നേരിടുന്നതിനെക്കുറിച്ച് ഹാരിസ് ചുരുങ്ങിയ വാക്കുകളിലൂടെ ആണെങ്കിലും വളരെ ഗൗരവതരമായി തൻ്റെ കന്നി പ്രസംഗത്തിൽ രാജ്യസഭയിൽ ഉന്നയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നീറ്റ് ക്രമക്കേടുകൾ അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ആ വെല്ലുവിളി എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഒരു പാർലമെൻറ്റ് മെമ്പറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഹാരിസ് തൻ്റെ കന്നി പ്രസംഗത്തിൽ തന്നെ മുന്നോട്ട് വന്നത് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാണ്. റസാഖ് മാഷ് പറഞ്ഞ പോലെ കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ ഫീസ് വാങ്ങിക്കോളൂ, ഫീസ് വാങ്ങാതിരിക്കണ്ട. ഉത്തരവാദിത്വമാണല്ലോ, അതിൽ ജോലിയെടുത്താൽ അതിൻ്റെ കൂലിയൊക്കെ വാങ്ങണം. ആ ജോലിയോടൊപ്പം തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതും ഭംഗിയായി നിർവഹിക്കുവാൻ ഹാരിസ് മുന്നോട്ട് വരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എൻ്റെ കുടുംബപരമായിട്ട് ഇസ്മായിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ അതിഥിയല്ല, വീട്ടിലെ കളിക്കൂട്ടുകാരനായിട്ടാണ് അദ്ദേഹം അവിടെ വളർന്ന് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ അതിനെല്ലാം ഉപരിയായി ഹാരിസിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഒരു നിയമജ്ഞൻ എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്കൊക്കെ ഹാരിസിൻ്റെ സംഭാവനകളെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് പാർട്ടി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്വം ഹാരിസിനെ ഏൽപ്പിച്ചത്. അത് ഭംഗിയായി നിറവേറ്റാൻ സർവശക്തൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് പറയുന്നില്ല, എല്ലാ നേതാക്കളോട് സംസാരിക്കാനുണ്ട്. ഈ വേളയിൽ എൻ്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.